എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 4ാമത്തെ സർഗത്തിലെ 59ഉം 60ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തം തന്നെയാണുള്ളത്. ഇവിടെ ഭഗവാന്റെ ഗാനാലാപനം കൊണ്ട് കാടിന് മുഴുവനും, കാട്ടിലെ ജീവികൾക്ക് മുഴുവനും സംഭവിച്ചതായ ഒരു നിഷ്പന്ദത അല്ലെങ്കിൽ അവർ പ്രതിമ കണക്കെ ആയി എന്ന് വർണ്ണിക്കുകയാണ് ചെയ്യണത്. കാളിദാസനൊക്കെ പറഞ്ഞതുപോലെ ചിത്രാർപ്പിത ആരംഭൈവാവതസ്ഥേ, ചിത്രത്തിൽ വരച്ചു വച്ചേക്കണത് പോലെ ആയി തീർന്നു കാട് മുഴുവനും അല്ലെങ്കിൽ അതിലെ മൃഗങ്ങൾ മുഴുവനും എന്ന് കവി വർണ്ണിക്കുകയാണ് ചെയ്യണത്. നമുക്ക് ആദ്യം 59ാമത്തെ ശ്ലോകം നോക്കാം. തസ്മിൻ മനോഹാരിണി ചക്രപാണേ വനാന്തരേ മൂർച്ഛതി വംശനാദേ വിധീയമാനം പരിഹൃത്യ കർമ്മ സർവേപി സത്വ ലിഖിത ഇവാസൻ. ഇവിടെയും പദങ്ങൾ നോക്കാം. പദച്ഛേദം വളരെ കുറച്ചേ വരുന്നുള്ളൂ. തസ്മിൻ മനോഹാരിണി ചക്രപാണേ വനാന്തരേ മൂർച്ഛതി വംശനാദേ വിധീയമാനം പരിഹൃത്യ കർമ്മ സർവേ അപി സത്വ ലിഖിത ഇവ ആസൻ. അവസാനത്തെ വരിയിൽ മാത്രമാണ് 2 സന്ധിച്ഛേദം ചെയ്യാനുള്ളത്. സർവേ അഭി എന്നുള്ള ദിക്കിലും ഇവ ആസൻ എന്നുള്ള ദിക്കിലും. എന്താണ് ഇവിടെ പറയണത് എന്നാണെങ്കിൽ, ആദ്യത്തെ 2 വരി കൊണ്ട് സതിസപ്തമിയിൽ ഭഗവാന്റെ സംഗീതം, ഓടക്കുഴൽനാദം എങ്ങനെയായിരുന്നു എന്ന് പറയാണ്. ചക്രപാണേ തസ്മിൻ മനോഹാരിണി വംശനാദേ വനാന്തരേ മൂർച്ഛതി സതി. ചക്രപാണി ശ്രീകൃഷ്ണൻ്റെ മനോഹരമായ ആ ഗാനത്തിൽ, മനോഹാരിണി തസ്മിൻ വംശനാദേ, ഏറ്റവും മനസ്സിനെ ആകർഷിക്കുന്നതായ ആ വംശനാദത്തിൽ, വംശം ഓടക്കുഴലിൻ്റെ നാദത്തിൽ, വനാന്തരേ മൂർച്ഛതി സതി, വനാന്തരം മുഴുവനും, കാടിൻ്റെ ഉൾപ്രദേശവും മൃഗങ്ങളും പക്ഷികളും എല്ലാ ജീവജാലങ്ങളും മൂർച്ഛതി സതി, മോഹാലസ്യപ്പെട്ടപ്പോൾ, അതായത് ഭഗവാന്റെ പാട്ടിൻ്റെ അല്ലെങ്കിൽ ഓടക്കുഴൽനാദത്തിൻ്റെ സൗന്ദര്യം കൊണ്ട് എല്ലാവരും അതിലും മതിമയങ്ങിയപ്പോൾ, അതാണ് മൂർച്ഛതി. മൂർച്ഛ എന്ന് പറഞ്ഞാൽ മോഹാലസ്യം, വിവേകം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ. ആ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നപ്പോൾ എല്ലാവരും അതിൽ മയങ്ങിപ്പോയി. അപ്പോൾ ആ മയങ്ങിപ്പോവൽ കണ്ടാൽ എന്തുപോലെയാണെന്നാണ് കവി വർണ്ണിക്കണതെന്നാണെങ്കിൽ, സർവേ അപി സത്വ വിധീയമാനം കർമ്മ പരിഹൃത്യ ലിഖിത ഇവ ആസൻ. സർവേ അപി സത്വ എന്ന് പറഞ്ഞാൽ സത്വമുള്ളവർ, മനസ്സുള്ളവർ അല്ലെങ്കിൽ ജീവനുള്ളവർ എന്നൊക്കെ അർത്ഥം. എല്ലാ ജീവികളും എന്ന് തന്നെയാണ് അതിൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം. അവർ എല്ലാവരും തന്നെ വിധീയമാനം കർമ്മ പരിഹൃത്യ. വിധീയമാനം എന്ന് പറഞ്ഞാൽ അവർ ചെയ്തുകൊണ്ടിരുന്ന, അതുവരെ തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ. ഓരോരോ ജീവികൾ ഓരോന്ന് ആയിരിക്കുമല്ലോ. ചിലർ ഇരയെ പിടിക്കാൻ പോവുമായിരിക്കും, മറ്റു ചിലവ വെള്ളം കുടിക്കുകയായിരിക്കും, ചിലത് കുഞ്ഞുങ്ങളെ പരിപാലിക്കുകയായിരിക്കും, ചിലർ പറന്നു പോവുമായിരിക്കും. അങ്ങനെ ഓരോ ജീവികളും ഭഗവാന്റെ പാട്ട് കേൾക്കുന്നത് വരെ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികൾ, അതിനെയാണ് വിധീയമാനം കർമ്മ എന്ന് പറഞ്ഞത്. ആ കർമ്മത്തെ പരിഹൃത്യ, അതിനെ വിഹായ, അതിനെ പരിത്യജിച്ചിട്ട്, ആ കർമ്മം തൽക്കാലത്തേക്ക് നിർത്തിയിട്ട് ഏതുപോലെയായി, ലിഖിത ഇവ ആസൻ. ലിഖിത ഇവ സത്വ ലിഖിത ഇവ. ലിഖിത എന്ന് പറഞ്ഞാൽ വരച്ചു വച്ചതുപോലെ, അതായത് കൊത്തിവച്ചതുപോലെ, ചിത്രത്തിൽ മഷിയും ബ്രഷുമൊക്കെ കൊണ്ട് വരഞ്ഞതുപോലെ ആയിത്തീർന്നു ഇവ ആസൻ. ആ കാട്ടിലെ എല്ലാ ജീവജാലങ്ങളും ഒരു വലിയ ചിത്രത്തിൽ വരച്ചു വച്ചതുപോലെ, ചിത്രപടം, ഒരു വലിയ ക്യാൻവാസിൽ വരച്ചു വച്ച ചിത്രങ്ങളാണോ എന്ന് തോന്നുമാറ് അവർ സ്തബ്ധരായിത്തീർന്നു. ഇതിനെ തുടർന്നുള്ള, അതായത് 59 മുതലുള്ള ശ്ലോകങ്ങളിൽ, 5 ശ്ലോകങ്ങളിൽ ഈ സ്തബ്ധമായിരിക്കുന്ന അവസ്ഥയാണ്. ആ കാട് മുഴുവനും, കാട്ടിലെ ജീവികൾ മുഴുവനും സ്തബ്ധരായിപ്പോയി, നിഷ്ക്രിയാംഗരായിപ്പോയി എന്ന് പറയുകയാണ് ചെയ്യണത്. അതിൻ്റെ തുടക്കമാണ് ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത്. ഈ ലോകം മുഴുവനും, ആ കാട്ടിലെ ജീവജാലങ്ങൾ മുഴുവനും അനങ്ങാതെ നിൽപ്പായി ഈ പാട്ടും കേട്ടുകൊണ്ട് എന്നർത്ഥം. നമുക്ക് 60ാമത്തെ ശ്ലോകം കൂടി നോക്കാം. പ്രവൃത്തമാത്രൗ വനപദ്മിനീഷു ദാതും ഗൃഹീതും ച മൃണാളഭംഗം
ചക്രാഹ്വയസ്തദ്ഗൃഹമേധിനീ ച പ്രസാര്യ ചഞ്ചൂ പരമാസിഷാതാം. ആദ്യം പദച്ഛേദം നോക്കാം. പ്രവൃത്തമാത്രൗ വനപദ്മിനീഷു ദാതും ഗൃഹീതും ച മൃണാളഭംഗം ചക്രാഹ്വയ തദ്ഗൃഹമേധിനീ ച പ്രസാര്യ ചഞ്ചൂ പരം ആസിഷാതാം. ഇവിടെ പദച്ഛേദമൊക്കെ വളരെ കുറവ് തന്നെയുള്ളൂ. ഇവിടെ ധാതും ഗൃഹീതും എന്നുള്ള പാഠം കാണാനുണ്ട്. എൻ്റെ കയ്യിലുള്ള 2 പുസ്തകങ്ങളിലും ഗൃഹീതും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പഠിച്ച പാഠങ്ങളിൽ പല ദിക്കിലും ഗ്രഹീതും എന്നും കണ്ടിട്ടുണ്ട്. അപ്പോൾ 2 പാഠവും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. 2 രൂപവുമുണ്ട് എന്ന്. ഗ്രഹീതും എന്ന് ഗ്രഹിക്കുവാൻ, സ്വീകരിക്കുവാൻ എന്നുള്ള അർത്ഥത്തിൽ തുമുന്നന്ത പ്രയോഗം, തുമുന്നന്ത പ്രത്യയം ചേർന്നിട്ട് ഗ്രഹീതും എന്ന് തന്നെയാണ് ശരിയായിട്ടുള്ള പ്രയോഗം. പക്ഷേ ഗൃഹീതം എന്നുള്ളത് വാൽമീകി രാമായണത്തിൽ വരെ കാണാനുണ്ട് എന്നുള്ളത് കൊണ്ട് ആ ഒരു ഭാഗവും അല്ലെങ്കിൽ ആ ഒരു രൂപവും സ്വീകരിച്ച് കാണാനുണ്ട്. ഇവിടെ ഗൃഹീതും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരെ പറ്റിയിട്ടാണ് ഇവിടെ വർണ്ണിക്കുന്നത് എന്നാണെങ്കിൽ ചക്രാഹ്വയ കശ്ചിത് ഖഗഃ, അതിവിടെ പറയണില്ല. ചക്രം എന്നു പേരുള്ള ഒരു പക്ഷിയും തസ്യ ഗൃഹമേധിനീച്ച, ഗൃഹമേധിനി എന്ന് പറഞ്ഞാൽ ഭാര്യ, അതായത് ചക്രവാക പക്ഷികൾ, ആൺപക്ഷിയും പെൺപക്ഷിയും, അവരെന്താണ് ചെയ്തത് എന്നാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ഇനി മറ്റു ചില മാനുകളെ പറ്റിയിട്ടൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നുണ്ട്. ഈ കാട് മുഴുവനും സ്തബ്ധരായി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൽ ആദ്യം ചക്രവാക പക്ഷികളെ പറ്റിയിട്ടാണ് പറഞ്ഞു തുടങ്ങുന്നത്. ചക്രാഹ്വയ ഗൃഹമേധിനീച്ച, അവർ 2 പേരും എന്ത് ചെയ്യുമായിരുന്നു? വനപദ്മിനീഷു, വനത്തിലെ കാട്ടിലുള്ളതായ ഒരു താമരപ്പൊയ്കയിൽ ഇരുന്നു കൊണ്ട് മൃണാളഭംഗം ധാതും ഗൃഹീതും ച പ്രവൃത്തമാത്രവും, മൃണാളഭംഗങ്ങളെ അതായത് താമരയല്ലികൾ, ആ താമരയല്ലി കൊടുക്കുകയും വാങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഇണപക്ഷികൾ. അതാണ് ധാതും ഗൃഹീതും അഥവാ ഗ്രഹീതും ച പ്രവൃത്തമാത്രവും. താമരയല്ലികൾ കൊടുക്കുകയും വാങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഭഗവാന്റെ പാട്ട് കേട്ടത്. അങ്ങനെ എവിടെ വെച്ചിട്ടാണ് അവർ ചെയ്തിരുന്നത്? വനപദ്മിനികളിൽ, കാന്താര സരസീഷു, കാട്ടിനുള്ളിലുള്ളതായ ചെറിയ തടാകങ്ങളിൽ, ചെറിയ അങ്ങനെ ജലാശയങ്ങളിൽ ഇരുന്നു കൊണ്ട് താമരയല്ലികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിയൊക്കെ സന്തോഷത്തോടു കൂടി അവരിങ്ങനെ പക്ഷികൾ ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് പെട്ടെന്ന് ഭഗവാന്റെ പാട്ട് കേട്ടത്. അപ്പോൾ എന്താണ്ടായത്? ചഞ്ചൂ പ്രസാര്യ പരം ആസിഷതാം. ചഞ്ചൂ പ്രസാര്യ, ചഞ്ചൂ എന്ന് പറഞ്ഞാൽ കൊക്ക എന്നാണ് അർത്ഥം. ചഞ്ചു എന്ന് പറഞ്ഞാൽ ദ്വിവചനാണ്. 2 പേരും, 2 പക്ഷികളും, ആൺപക്ഷിയെ പറ്റിയിട്ടും പെൺപക്ഷിയെ പറ്റിയിട്ടും പറഞ്ഞല്ലോ. അവ രണ്ടും അവരുടെ കൊക്കുകൾ പ്രസാര്യ, കൊക്കുകൾ ഇങ്ങനെ തുറന്നു പിടിച്ചുകൊണ്ട് വിവൃതമാക്കിക്കൊണ്ട് പരം ആസിഷതാം, കേവലം അങ്ങനെ തന്നെ ഇരുന്നു. അതായത് തൻ്റെ കയ്യിലുള്ളതായ താമരയല്ലി ആൺപക്ഷി പെൺപക്ഷിക്ക് കൊടുത്തില്ല, പെൺപക്ഷിക്ക് അത് വാങ്ങാനും പറ്റിയില്ല. പെൺപക്ഷിയുടെ ചുണ്ടിലിരുന്നതായ, കൊക്കിലിരുന്നതായ താമരയല്ലി ആൺപക്ഷിക്കും കൊടുക്കാൻ പറ്റിയില്ല. അതായത് അവർ ആ സമയത്ത് തന്നെ സ്തബ്ധരായിപ്പോയി. അവർ ചിത്രത്തിൽ വരച്ചതുപോലെയായി. പാട്ടിൻ്റെ മനോഹാരിത കാരണം അവർ ലേഖ്യാവസ്ഥയെ പ്രാപിച്ചു എന്നാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചക്രവാക പക്ഷികളെ പറ്റിയിട്ട് വർണ്ണിച്ചിട്ടാണ് തുടങ്ങുന്നത്. ചക്രവാക പക്ഷികളാണ് ഇണപിരിയാൻ പറ്റാത്തതായ പക്ഷികൾ. അതിലൊന്ന് ഇല്ലാതെയായിപ്പോയാൽ മറ്റേ പക്ഷിയും മരിച്ചു പോകും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. കവിസങ്കല്പങ്ങളാണ് കുറേയൊക്കെ. അങ്ങനെ തന്നെയാണ്, ചില ജീവികളൊക്കെ അങ്ങനെ തന്നെയാണെന്നും പറയപ്പെടുന്നുണ്ട്. അവയ്ക്ക് ജീവിതകാലം മുഴുവനും ഒരു ഇണയെ കാണുകയുള്ളൂ എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ളതായ വളരെ സ്നേഹത്തോടെ ഇരുന്ന 2 പക്ഷികളാണ് ഇണപക്ഷികൾ. അവരിലൊന്ന് തൻ്റെ കയ്യിലുള്ളതായ താമരയല്ലി കൊടുക്കാൻ പുറപ്പെട്ടു, മറ്റാളത് വാങ്ങാനും പുറപ്പെട്ടു. 2ഉം നടന്നില്ല. പാട്ട് കേട്ടതോട് കൂടിയിട്ട് 2 പേരും ചിത്രത്തിൽ ലിഖിത ഇവ ആസൻ, അവർ ചിത്രത്തിൽ വരയ്ക്കപ്പെട്ടതുപോലെ ഇരിപ്പായി എന്നർത്ഥം. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. തസ്മിൻ മനോഹാരിണി ചക്രപാണേ വനാന്തരേ മൂർച്ഛതി വംശനാദേ വിധീയമാനം പരിഹൃത്യ കർമ്മ സർവേപി സത്വാ ലിഖിതാ ഇവാസൻ പ്രവൃത്തമാത്രൗ വനപദ്മിനീഷു ധാതും ഗൃഹീതും ച മൃണാളഭംഗം ചക്രാഹ്വയസ്തദ്ഗൃഹമേധിനീ ച
പ്രസാര്യ ചഞ്ചു പരമാസിഷാതാം. ആസിഷാതാം എന്ന് പറഞ്ഞാൽ ദ്വിവചനാണ്. ലുങ്ങില് രണ്ടുപേരും ആസീനവും വെറുതെ ഇരുന്നു. അവരെന്താണോ ചെയ്യാൻ പുറപ്പെട്ടത് അത് നടത്താൻ സാധിച്ചില്ല എന്നർത്ഥം. രണ്ട് സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.